ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് മൊത്തത്തിൽ വട്ടം ചുറ്റി കറങ്ങി അടിച്ചൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതേ വീടൊക്കെ പൂട്ടിക്കെട്ടി ഉദ്ദേശിച്ച കാര്യത്തിനായിട്ട് പുറപ്പെടുവാണ് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാവർക്കും ലീവാണ് കേട്ടോ. മക്കൾസിനും ഇല്ല, ഇക്കാക്കും ഇല്ല, ആർക്കും ഇല്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കലിപ്പായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര തുടങ്ങണത് തന്നെ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ കാറൊക്കെ റെഡിയാക്കി താക്കോലൊക്കെ അതിൻ്റെ അകത്തിട്ടിട്ട് ഡോറടച്ചിട്ട് എന്തോ കാര്യത്തിന് ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പിൽ മക്കൾസ് താക്കോൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡോറ് ലോക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് തട്ടിക്കൂട്ടി ഒരു പ്രകാരമാണ് ഡോറൊക്കെ തുറന്ന് ഞങ്ങൾ വന്നത്. പിന്നെ അതേ നേരെ ഇക്കാട് വീട്ടിൽ വന്നിട്ട് ഇക്കാട് ഉമ്മാനെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പർച്ചേസിന് ഇറങ്ങണത്. അപ്പോൾ ഇന്ന് പർച്ചേസ് മെയിനായിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെ വെല്ലുമ്മ യാത്രയൊക്കെ അയച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പർച്ചേസിന് പ്രധാനമായിട്ട് വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ ഉംറയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത മാസമാണ് ഉമ്മയുടെ ഉംറയ്ക്ക് പോണത്. അപ്പോൾ അതിനുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നേക്കണയാണ്. അപ്പോൾ മൂത്ത നാത്തൂന് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇളയ നാത്തൂനും ഞാനും ഇക്കായും മക്കൾസുമാണ്. അങ്ങനെ മക്കളെയും കൊണ്ട് ഒരു പർച്ചേസിന് വരരുതെന്ന് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച ഒരു പർച്ചേസും കൂടിയായിരുന്നു കേട്ടോ ഇത്. എൻ്റെ പൊന്നെ, അല്ലെങ്കിലേ ഒരു ചെറിയ കട കേട്ടോ. കട കുഞ്ഞിതാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല തിരക്കുള്ള സമയവും മൊത്തത്തിൽ ചൂടും മക്കൾസിൻ്റെ വികൃതിയും സാധനങ്ങൾ എടുക്കാൻ ഒന്നും വിട്ടുപോകാതിരിക്കാനുള്ള ആ ഒരു ടെൻഷനും അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒന്നുപോലും മുടങ്ങാതെ എല്ലാം നടത്തി. അപ്പോൾ ഉമ്മാക്ക് നെയ്റ്റ് വാങ്ങണം കേട്ടോ. അപ്പോൾ നെയ്റ്റ് അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് നോക്കിയതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചുങ്കിടി ഡോട്ടുള്ള നെയ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം കേട്ടോ. അപ്പോൾ ചുമ്മാ വച്ചൊക്കെ നോക്കിയതാണ്. അങ്ങനെ ഉമ്മാക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരു നീണ്ട നേരത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം അതൊക്കെ ബില്ലൊക്കെ ചെയ്ത് വന്നതേ നേരെ ഞങ്ങളുടെ വിശപ്പൊക്കെ അടക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾസിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. അവർക്ക് വേറെ പർച്ചേസുകളോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ വിശന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള വിശപ്പൊക്കെ മാറ്റിയിട്ട് അടുത്തത് ഞങ്ങൾ ഉപ്പാക്ക് ഷർട്ട് എടുക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇക്കായാണ് ഇട്ട് പാകമൊക്കെ നോക്കി ഉപ്പാക്ക് ഉള്ള ഷർട്ട് എടുക്കണേ. അങ്ങനെ ഉപ്പാക്കുള്ള ഷർട്ട് പർച്ചേസും കഴിഞ്ഞ് ഞങ്ങളിത് നേരെ തിരിച്ചു വന്നു. കുറേ നേരം ബ്ലോക്കിൽ ഇങ്ങനെ കിടന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു കടല വിൽക്കുന്ന ആൾ നിൽക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കടലയൊക്കെ വാങ്ങി കുറിച്ച് അങ്ങനെ ഇത് ഞങ്ങൾ ഇളയ നാത്തൂൻ്റെ വീട്ടിലായിട്ടാട്ടോ വന്നേക്കണേ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇനി തിരിച്ചു പോണത്. പിന്നെ ഞങ്ങൾ കുറേ നേരത്തെ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് ഇറങ്ങിയെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് വിശന്നൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ മക്കൾസ് ഈ ബേക്കറി പലഹാരങ്ങളുടെ ആളായതുകൊണ്ട് അവിടെ നിന്ന് ഒരേ ഫ്രഷ് ലൈമും പപ്സും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ കുറച്ചങ്ങ് ഉഷാറായിട്ടോ. പിന്നെ ഞങ്ങളിത് നാത്തൂൻ്റെ വീട്ടിലേക്ക് കയറി ഡോറ് ഓപ്പൺ ആക്കി മക്കൾസ് അകത്ത് കയറിയില്ല. അതിനു മുമ്പിട്ട് അവരുടെ മെയിൻ പരിപാടി തുടങ്ങിയിട്ടോ. എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് ഒന്നേന്ന് മുതൽക്ക് നിരത്തി തുടങ്ങി. അത് ആൾ ഒരു വീതം വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഞങ്ങൾ മക്കൾസ് എല്ലാം ഭയങ്കര ഐക്യമാണ്. അങ്ങനെ കളിപ്പാട്ടം കൊടുക്കണതിനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരാൾ എടുത്തു എന്നും പറഞ്ഞുകൊണ്ടുള്ള വഴക്കുകളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ദാനശീലരാണ്. അതിപ്പോൾ ഇവിടെ വന്നാലും നാത്തുമാരുടെ വീട്ടിൽ പോയാലും ഭയങ്കര ദാനമാണ് കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ വഴക്കുകളിൽ നമ്മളാരും ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ തന്നെ തുടങ്ങി അവർ തന്നെ തീർത്തോളും. നമ്മൾ ഇടയ്ക്ക് കയറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശശിയാവുമെന്ന് അറിയില്ലേ, ആ ഒരവസ്ഥയാണ്. അങ്ങനെ പിന്നെ ഇക്കാക്കാണ് കേട്ടോ ആദ്യത്തെ വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ ഇക്ക ആദ്യമേ തന്നെ മീൻകറിയും ചോറൊക്കെ കാര്യമായിട്ട് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ നാട്ടുവർത്തമാനവും വീട്ടുവർത്തമാനവും അങ്ങനെ സകലമാന കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏരിയയിലേക്ക് കടന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ മെയിൻ ലീഡർ. അപ്പോൾ ഞങ്ങൾ ക്ലേ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറെ എന്തൊക്കെയോ ആയി തീരുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്നിൽ ഭയങ്കര വിശ്വാസമായതുകൊണ്ടും ഇങ്ങനെ നമ്മളെന്ത് ഉണ്ടാക്കി കൊടുത്താലും ഒരു ഭയങ്കര വാവ് അടിപൊളി എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എന്താണല്ലേ. അങ്ങനെ കഴിവില്ലെന്നും പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തൂല കേട്ടോ. ഇവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കഴിവുള്ള വ്യക്തി ഞാനാണ്. മറ്റുള്ളവരെ പോലെയല്ലല്ലോ. അപ്പം നമ്മൾ നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഗ്രൂപ്പിലിരിക്കാനാണ് കേട്ടോ എപ്പോഴും ആഗ്രഹിക്കണേ. അങ്ങനെയായിരിക്കില്ലേ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഒരു തോട്ട് കിട്ടണത്, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നത് നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഗ്രൂപ്പിൽ നിലകൊള്ളുമ്പോഴാണ് കേട്ടോ. അല്ലാത്തടത്തുനിന്ന് നമ്മൾ പതുക്കെ ഒഴിഞ്ഞങ്ങ് നിൽക്കണതായിരിക്കും നല്ലത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും എപ്പോഴും നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിനൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞ് നിൽക്കുന്ന ഗ്രൂപ്പിൽ നിലകൊള്ളനേക്കാളും നല്ലത് കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഗ്രൂപ്പിൽ നിലകൊള്ളുമ്പോൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറേ നേരത്തെ സംഭാഷണ പരമ്പരകൾക്കൊടുവിൽ ഞങ്ങൾ സന്ധ്യയോടുകൂടി നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇക്കാടെ വീട്ടിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഉമ്മാനെ ആക്കി പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉപ്പാനെയൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്കിടെ പർച്ചേസിൻ്റെ കഥകളൊക്കെ വിപുലമായി പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് അടുക്കാനായിട്ട് വല്യമ്മ ആവത് ശ്രമിക്കുന്നുണ്ടേ, നടക്കണില്ല കേട്ടോ. വല്യമ്മായി അവളെ എന്തോ ചേരില്ല, എപ്പോൾ കണ്ടാലും കുഞ്ഞിപ്പെണ്ണ് കരച്ചിലാണ്. പിന്നെ ആ ഒരു കിട്ടിയ ഗ്യാപ്പിൽ ഉമ്മ വേഗം ഒരു മാങ്ങാപ്പഴമൊക്കെ മക്കൾസിന് ചെത്തിയൊക്കെ കൊടുത്ത് പിന്നെ അതൊക്കെ കഴിച്ച് വേഗം ഉമ്മാനോടും ഉപ്പാനോടും വല്യമ്മാനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിയ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗേ, അങ്ങനെ പാചകവും ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.